रोमियो रोमियो कल के रोमियो भोले शक्ल वाले सारे के सारे परे पियो रोमियो रोमियो भड़के प्रेमियो काहे गले पड़े हो बिन बुलाए बारातियों ले तो गई गले जा संग में हमर ले जा ये तो चोरी से है सीना सोरी कभी लगे मोनालिसा कभी कभी लगे लोलिता और कभी जैसे कादम्बरी हाय मेरी परम 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 सुंदरी हाय मेरी परम 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 सुंदरी सर से पैर तलक बेतहाशा हुस्न से भरी हाय मेरी परम 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 सुंदरी റൂട്ട് പഞ്ചായത്തിലേക്കാ या रावेला लांगावदे राबेरिकी रावे रावे रा नी पाताले तीयावदे ती पिडिक रावे यावे मचता मोरचा अचता कोरचा इचता मारचा पिचो इलमा मचमे नुवया अचमे लेदया इचमे नेनया पिचो एमया Nukavalaya, Nukavali, ra 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 ra. Nukavalaya, Nukavali, ra 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 ra. ना गोली सोडा बाटली ना बंदे पुल्ला काटली रिंग रिंग रोजलंगा उट्टु बरुवाग अड्ड सरगु जारि बिತ್ತು ಹೆಣ್ಣ ಸುರಿವಾಗ ರಾ 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 ಬಿಡಿ ಎಕ್ಕ ಸಕ್ಕ ಎಕ್ಕ ಸಕ್ಕ ಎಕ್ಕ ಸಕ್ಕ എനർജറ്റിക് പെർഫോമൻസ് ആയിരുന്നു അല്ലേ ആരാധ്യയുടേത്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒരു കൈയടി പോരട്ടെ. കം ഓൺ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്കൊരു സ്പെഷ്യൽ ഒരു പോയമാണ്. അപ്പം ഓൺ വേർഡ്സിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ഭയങ്കര ഒരു കാര്യമാണ് അല്ലേ?
അപ്പോൾ ഐ ഇൻവൈറ്റ് അനീഷ്മ NICU സ്റ്റാഫ് at GG ഹോസ്പിറ്റൽ. അമ്മയുടെ ഉദരത്തിൽ നിന്നും ഈ ഭൂമിയുടെ മാറിൽ ഞാൻ വന്നണഞ്ഞ നേരം ഇരുകൈകൾ നീട്ടി വാരിയെടുത്തില്ലേ വെള്ളയുടുപ്പിട്ട പുണ്യരൂപം. അമ്മ തന്നരികിൽ ഞാൻ എത്തുന്ന വരെ എന്നെ ലാളിച്ചു ഭൂമിയിലെ മാലാകയോ. തൂവെള്ള നിറമുള്ള വസ്ത്രങ്ങളും പിന്നെ നറുവെണ്ണ തൂകിടും പുഞ്ചിരിയും. കണ്ണു തുറന്നൊരാ നേരത്തു ഞാൻ കണ്ട നിറമാർന്ന ഭൂമിയുടെ തൂവെളിച്ചം. ജാതി മതഭേദമോ ലിംഗവ്യത്യാസമോ ഇത്തരം ചിന്തകൾ വന്നിടാതെ തണലായും നിഴലായും സംരക്ഷകരായും കൂടെയുണ്ടെപ്പോഴും നമ്മളോടെ. ഏതൊരാപത്തിലും ഓടി വന്നെത്തി നെഞ്ചോടു നമ്മളെ ചേർത്തു നിർത്തി. ലോകമിന്നാകെ ഈ ഭീതിക്കു മുൻപിലായി തോൽക്കാനുടമയായി നിന്നിടുമ്പോൾ പൊരുതുന്നു ജീവനെ പോലും ത്യജിച്ചവർ നമ്മുടെ ജീവനെ കാത്തിടുവാൻ. ഊണുമുറക്കവും സ്വപ്ന സങ്കൽപ്പങ്ങൾ എല്ലാം ത്യജിച്ചൊരു ദൈവ സൃഷ്ടി ജീവനൊടുക്കുന്ന വ്യാധിയായി അന്നതാ മരണം കൊറോണയായി നിന്നിരുന്നു. സ്വന്തം കുടുംബമോ ജീവിതമോ പിന്നെ സ്വാർത്ഥാസുഖങ്ങളോ ഓർക്കുകില്ല. മാനവരാശിയെ ഒന്നായി കാത്തിടാൻ സ്വന്തം ഈ ജീവനെ ബലിവയ്ക്കവേ ലിനിയായി ആനിയായി എത്രയോ നഴ്സുമാർ ഈ ഭൂവിൽ നിന്നും വിട പറയേ. ഓർക്കുക നമ്മളിന്നോരോ മനുഷ്യനും ത്യാഗത്തിനുടമയാം ഈ സൃഷ്ടിയെ. നിങ്ങൾ തരുന്നൊരീ പുണ്യമാണീ ഭൂവിൽ ഓരോ മനുഷ്യൻ്റെ ജീവിതവും. നിങ്ങൾ തരുന്നൊരീ പുണ്യമാണീ ഭൂവിൽ ഓരോ മനുഷ്യൻ്റെ ജീവിതവും. ഇനി എന്ത് വേണം നമുക്ക്? ഡാൻസായി, ഒരു പോയം കേട്ടു, ഇനി ഒരു സോങ് ആവാം അല്ലേ? അടുത്തതായി ഒരു സിനിമാറ്റിക് സോങ് തന്നെ ആയാലോ? So I welcome Deepak Dilip Kumar for a solo song. He is a GG staff. So I welcome Deepak Kumar. താങ്ക്സ് ടു ഓൾ ഓഫ് മൈ ഫാമിലി മെമ്പേഴ്സ് എന്ന് തന്നെ പറയും. കാരണം കഴിഞ്ഞ ഫൗണ്ടേഴ്സ് ഡേക്ക് നമ്മുടെ ബെന്നി സാർ തന്നെ പറഞ്ഞിരുന്നു, ഇവിടെ ജോയിൻ ചെയ്യുന്ന ഓരോ ഗൂഗിളും സ്റ്റാഫുകളും ഓരോ ഫാമിലിക്ക് തുല്യമാണ്. അപ്പോൾ സ്റ്റാഫ് എന്നല്ല ഫാമിലി എന്ന് തന്നെ പറയണമെന്ന് സാറ് അന്ന് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫാമിലി മെമ്പേഴ്സ് എന്ന് തന്നെ പറയുന്നത്. എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും ഇതുപോലെ ഈ ഒരു കൺവെൻഷൻ സെൻറ്ററിനെ ഒത്തുകൂടുതൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ദിവസം ഇത് ഫൗണ്ടേഴ്സ് ഡേ എന്നതിനപ്പുറത്തേക്ക് എൻ്റെ നീണ്ട ഒരു വർഷത്തെ എൻ്റെ കാത്തിരിപ്പാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഈ ഒരു ഫൗണ്ടേഴ്സ് ഡേ. ബിക്കോസ് ഒരു ഈവൻറ്റിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആ ഈവൻറ്റ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു വർഷം വർക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു വർഷം വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നടന്നു കഴിഞ്ഞു. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ GG ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്, അത് സാധ്യമാകുന്ന ഒരു ദിവസം കൂടിയാണിന്ന്. സോ അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു ഈവൻറ്റിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. താങ്ക്സ് ടു ബെന്നീസ. ഇവിടെ വന്നിട്ടില്ലെങ്കിൽ പോലും ഷീജ മാഡത്തെ എനിക്ക് ഓർക്കാതെ എനിക്ക് എൻ്റെ ഈവൻ്റ് എനിക്ക് തുടങ്ങാൻ പോലും എനിക്ക് പറ്റില്ല. എല്ലാത്തിനുപരി
ഇതെനിക്ക് കൈവിട്ട് പോകും എന്നെനിക്ക് എന്തുവാണ് ഇത് കൈവിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഇവൻ്റ്. അങ്ങനെ എനിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പോലും എനിക്ക് ധൈര്യമില്ലാത്തടത്ത് ഒരു ഫോൺ കോളിൽ ഒരാൾ വിളിച്ചിട്ട്, ഇതെന്താ ദീപക്കെ നീ ഇതുവരെ രജിസ്റ്റർ ചെയ്തില്ലല്ലോ, നീ എന്താ ഒരു സീരിയസ്നെസ് കാണിക്കാത്തതെന്ന് പറഞ്ഞ് എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എന്നെ ഈ ഒരു ഈവൻറ്റിൽ കൊണ്ട് എത്തിച്ച ഒരു വലിയൊരു മനുഷ്യനുണ്ട്. അവർ റെസ്പെക്റ്റഡ് കോർഡിനേറ്റർ രാജേഷ് സാർ. സർ, സോ താങ്ക്ഫുൾ ടു യു. സാറ് കാരണമാണ് ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. സാറിനെ ഓർത്തിട്ടല്ലാതെ എനിക്ക് ഈവൻറ്റ് തുടങ്ങാൻ പോലും പറ്റില്ല. സോ താങ്ക് യു രാജേഷ് സാർ ആൻഡ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ജോയിനിങ് ഹിയർ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? இயற்கையின் மொழிகள் புரிந்துவிடில் மனிதனின் மொழிகள் தேவையில்லை. இதயத்தின் மொழிகள் புரிந்துவிடில் மனிதர்க்கு மொழியே தேவையில்லை. காற்றின் மொழி ஒலியா இசையா பூவின் மொழி நிறமா மணமா. காற்று வீசும் போது திசைகள் கிடையாது. காதல் பேசும் போது மொழிகள் கிடையாது. பேசும் வார்த்தை போல மௌனம் புரியாது. கண்கள் பேசும் வார்த்தை கடவுள் அறியாது. உலவை தெரியும் காற்றுக்கு உருவம் தீட்ட முடியாது. காதல் பேசும் மொழியெல்லாம் கண்கள் பேசும் அடங்காது. இயற்கையின் மொழிகள் புரிந்துவிடில் மனிதரின் மொழிகள் தேவையில்லை. இதயத்தின் மொழிகள் புரிந்துவிடில் மனிதர்க்கு மொழியே தேவையில்லை. காற்றின் மொழி வானம் பேசும் பேச்சு துளியாய் வெளியாகும். வானவில்லின் பேச்சு நிறமாய் வெளியாகும். உண்மையூமையானால் கண்ணீர் மொழியாகும். பெண்மையூமையானால் உண்மை ஒழியாகும். ஓசை தீங்கும் மூச்சத்தில்
உச்சி மீன்கள் மொழியாகும் ஆசை தூங்கும் இதயத்தில் அசைவு கூட மொழியாகும் இயற்கையின் மொழிகள் புரிந்துவிடில் மனிதரின் மொழிகள் தேவையில்லை இதயத்தின் மொழிகள் புரிந்துவிடில் மனிதர்க்கு மொழியே தேவையில்லை காற்றின் மொழி ஒலியா இசையா பூவின் மொழி நிறமா மனமா கடலின் மொழி அலையா நுரையா காதல் மொழி விழியா இதழா இயற்கையின் மொழிகள் புரிந்துவிடும் மனிதரின் மொழிகள் தேவையில்லை இதயத்தின் மொழிகள் புரிந்துவிடும் மனிதர்க்கு மொழியே தேவையில்லை காற்றின் மொழி. Thank you. Truly beautiful one. Thank you, Mr. Dilip Kumar. So on stage അടുത്തത് വരാൻ പോകുന്നത് നമ്മുടെ മറ്റൊരു MC ആണ് ഫാത്തിമ മുത്തലിഫ്. So she's gonna say next. ഹായ് എവ്രിവൺ. എന്താ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല, പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ അല്ലേ? വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഈവനിങ് ഹിയർ ടുഡേ ആൻഡ് വി ഹാവ് ഹാഡ് എ ഹെഡ് സ്റ്റാർട്ട് ടു ദിസ് പ്രോഗ്രാം ആൻഡ് വി ഹാവ് അവർ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സ്ട്രോങ് വുമൺ, ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് GG ഹോസ്പിറ്റൽ, ശ്രീജ മനോജ് മാഡം. വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ മാം. ഡെഫിനറ്റ്ലി നമ്മുടെ ഇവിടെ പഠിക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും ഒരു നല്ല ഇൻസ്പിറേഷനാണ് മാഡം to take up new tasks and opportunities and to be a successful entrepreneur like you. Very happy to have you here, ma'am. നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ പോകുന്നു ഇതുവരെ? നല്ലൊരു കയ്യടി പോരട്ടെ. എൻജോയ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് പവർ പാക്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. We are celebrating our dear chairman's birthday as our staff day. He is definitely a very honorable and prestigious human being and he wanted his birthday to be celebrated as the staff day. Let us not forget how humble and sweet of a person he is. He'll definitely be missed here very much because he's been there for us all the way through. So let us have a beautiful evening ahead also. ഒരു ലോങ് ഈവനിങ് ആയിരിക്കും ഇന്ന് ബിക്കോസ് ഒരുപാട് പ്രോഗ്രാംസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഗ്രാൻഡ് ഡിന്നർ ആൻഡ് DJ all awaits us and let us all have a good evening today. Ladies and gentlemen, the next program will begin shortly. ഇനി നമുക്കൊരു സ്പെഷ്യൽ ഐറ്റം പഠിച്ചാലോ? നെക്സ്റ്റ് ഇറ്റ് വിൽ ബി എ വെസ്റ്റേൺ ഡാൻസ്. ഓക്കെ, അപ്പോൾ ഐ ഇൻവൈറ്റ് ഡോക്ടർ കവി രാജൻ ഫ്രം SCMC. जो नींद उड़ी आ पूरे सारे ख्वाब करे क्या करने हैं उम्रों के वादे ये जो रहते हैं रहने दे आधे दो बार नहीं एक बार सही एक रात की कर ले तू यारी सुबह तक मान के मेरी बात तू ऐसे जोर से नाची आज के घुंघरू टूट गए के घुंघरू टूट गए छोड़ के सारा शर्म और लाज वैसे जोर से नाची आज के घुंघरू टूट गए के घुंघरू टूट गए
ഭൂമി സുത്താതെ അയ്യോ ഗുണ്ട് ചെട്ടിയിൽ കുതിരയോട്ടക്കൂടാതെ റോമിയോ അട്ടം പൊട്ടാൽ സുത്തും ഭൂമി സുത്താതെ അയ്യോ ഗുണ്ട് ചെട്ടിയിൽ കുതിരയോട്ടക്കൂടാതെ ഏഴയെ തൂക്കി എറിയാതെ எறும்புகளில்லாமல் வாங்கி வந்த தேகம் மீது வெப்பம் போல சொன்னபடி துள்ளிருப்பார் ரோமியோ அட்டம் பட்டால் சுத்தும் பொம்மி சுத்தாதே ஐயோ கண்டு தடுகள் குதிரை ஒட்டக்கூடாதே ஏழையை தூக்கி எறியாதே ஏழையை தூக்கி எறியாதே അടിപൊളിയായിരുന്നല്ലോ, ഒരു കയ്യടി തന്നെ. ഓക്കെ, ഡാൻസ് അല്ലേ, ഒരു ഡാൻസ് കൂടെ കാണാം. So I invite Miss Vinita for a solo dance. मंगल करूंगी, भूखे शेरों से खेलूंगी मैं, मक्खन जैसी हथेली पे चलते अंगारे ले लूंगी मैं। हाय चांदनी वो जलवा है, देखने में हलवा है, चांदनी वो जलवा है, देखने में हलवा है, प्यार से भरोसा दूंगी टूट ले जरा, ये तो ट्रेलर है, पूरी फिल्म दिखाने आई, हुस्न की तीली से पीड़ी खिलम जलाने आई, चिकनी आई चिकनी आई चिकनी छुप के आई चिकनी चमेली छुप के अकेली महुआ चढ़ा के आई। She was so energetic and very graceful. നല്ലൊരു കയ്യടി കൊടുക്കാം കുട്ടിക്ക്. ഓക്കെ, അഭിനയം അത്ര എളുപ്പമുള്ള ഒരു കലയല്ല, എല്ലാരെ കൊണ്ടും പറ്റുന്നതുമില്ല. ഡാൻസ് പാട്ടൊക്കെ പിന്നെയും ട്രൈ ചെയ്യാം, പക്ഷെ അഭിനയിക്കണമെങ്കിൽ കുറച്ചധികം കഴിവ് തന്നെ വേണം. അത് കാണാനും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ഓഡിയൻസ് ഭയങ്കര ആവേശം കാണിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണത്, അല്ലേ? സിനിമ ലവേഴ്സ് ഒക്കെ ഒരുപാട് കാണാമല്ലോ ഇവിടെ. സിനിമ കാണാത്തവരെ ആരെങ്കിലും ഉണ്ടോ? റെസ്പോൺസ് ഒന്നും വരുന്നില്ല കേട്ടോ. സിനിമ കാണാത്തവരെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അടുത്തതായി നമുക്കൊരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. ഇത്രയും ഡാൻസും മ്യൂസിക്കും ഒക്കെ പാക്ഡ് ആയിട്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു പെർഫോമൻസ് ആണ് അടുത്തത്. Here we have Hariraj from Artingal Gogulum with a mesmerizing mono act. I welcome him. നിനക്കൊക്കെ വേണ്ടി പണിയെടുക്കാൻ എനിക്ക്
എനിക്ക് വയ്യടാ നായ്ക്കളെ. എടാ അവനെ നോക്കി നിൽക്കാതെ ആദ്യം വലിക്കടാ. ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ, വലിക്കേ. കണ്ടില്ലടാ ഇവറ്റകളുടെ വികാരം, നോക്കി നിൽക്കാതെ ആഞ്ഞ് വലിക്കടാ. വ്യക്തി താല്പര്യങ്ങൾ ആൾക്കൂട്ടത്തിന്റെ ആവശ്യമായി മാറ്റിയെടുക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിനെതിരെ തുറന്നു കാട്ടുന്നു എൻ്റെ ഏകാഭിനയം. പ്രിയപ്പെട്ട കലാസ്വാദകരെ, ഉള്ളിൽ സ്നേഹമുള്ള മനുഷ്യരെ, നിങ്ങൾക്ക് സ്വാഗതം. ഇനിയിപ്പോ ഞാൻ കളിക്കാൻ പോവുകയാണ്. പിന്നെ വൈകിട്ടത്തേക്കുള്ള ചായ മീനമ്മ കൊണ്ടുവരും. പിന്നെ ചായ കിട്ടില്ലെന്ന് പറഞ്ഞ് വെറുതെ ഗ്രൗണ്ടിലേക്കൊന്നും വരാൻ നിൽക്കണ്ട, ഇവിടെ തന്നെ അങ്ങോട്ട് ഇരുന്നാൽ മതി കേട്ടല്ലോ. അതെന്താടാ, ഞാൻ ഗ്രൗണ്ടിലേക്ക് വന്നാലേ എന്റെയും കൂടെ ചോരയും നീരും കൊണ്ട് തന്നെയാടാ ആ ഗ്രൗണ്ട് ഉണ്ടായത്. 40 കൊല്ലം മുമ്പ് എന്റെ പരമപൂജനായ പിതാവ്, അതായത് ഇനിപ്പയുടെ മോൻ, അന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം, അന്ന് സർക്കാരിനെതിരെ സമരം ചെയ്ത് കണ്ടെല്ലാം വിറ്റു കൊടുക്കുകയൊക്കെയാണ് ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയത് എന്നല്ലേ എന്റെ പൊന്നിനിപ്പോ ഒരു 1,000 തവണ എന്നോട് പറയണേ ഇനിയിപ്പോ നാണമില്ല. കേൾക്കണേ, എനിക്കൊരു നാണമുണ്ടെന്നൊന്ന് വിചാരിച്ചൂടെ? ഞാൻ പറയൂടാ, എനിക്കതിന് അവകാശമുണ്ട്. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാടാ നീയൊക്കെ ഇപ്പൊ ഇവിടെ ഞെളിഞ്ഞ് നടക്കണത്. അങ്ങനെ ഞെളിഞ്ഞ് നടന്നുകൊണ്ട് തന്നെയാ ഇനിയിപ്പയുടെ മോനെ നക്സലേറ്റ് പറഞ്ഞ് വെടിവെച്ചു വന്ന്. ഇനിയിപ്പോ ഞാൻ ഇപ്പൊ പോവുകയാണ്. അപ്പൊ ഞാൻ വൈകിട്ടത്തെ ചായ മറക്കണ്ട. ഓക്കെ, ശരി. എനിക്കോ യവന്മാരോടെ കളിക്കാൻ? നല്ല ടീം മൊത്തം അവന്മാർക്ക്, അല്ലാത്തവന്മാർ മൊത്തം എനിക്ക്. എടാ അവിടുന്ന് പോലീസ് പട്ടാളം വലിയ വണ്ടിയൊക്കെ വരുന്നുണ്ടെന്ന്, ഇവിടെ കുഴിക്കാൻ പോകുന്നത്. എവിടെ കുഴിക്കാൻ? എടാ നമ്മുടെ ഗ്രൗണ്ട് കുഴിക്കാൻ പോകുന്നതാ. ഗ്രൗണ്ടോ? എന്തിന്? എടാ ഇവിടെ ഒരു അമ്പോറ്റിയുടെ പ്രതിമ ഉണ്ടെന്ന് അവര് പറയുന്നേ. ഏതോ ഒരു മുദ്രപത്രത്തിൽ കണ്ടതെന്ന്. മാത്രമല്ല പോലീസും പട്ടാളം എല്ലാരും വരും. ഇവിടെ കുഴിക്കാൻ പോവാ. നീ ഒന്നിങ്ങ് വന്നേ. ആക്ച്വലി നമ്മളിവിടെ ഓരോ 5 മീറ്റർ ഗ്യാപ്പിലും ഒരു 15 അടി താഴ്ചയിൽ കുഴിക്കണം. പിന്നെ മാക്സിമം എക്യുപ്മെന്റ്സും അതിനാവശ്യമുള്ള മെഷീൻസും നമ്മൾ എത്തിക്കണം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൾക്കാർ അധികം ഇല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരെ തന്നെ അങ്ങോട്ട് കൂട്ടിയാൽ മതി. അമ്പൂറ്റിയുടെ കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു 100 രൂപ കൊടുത്താൽ മതിയാകും. മനസ്സിലായോ? സാറേ മനസ്സിലായി. പക്ഷെ നമ്മൾ ഈ കുഴിച്ചു പോകുമ്പോഴേ ഈ അവശിഷ്ടമൊന്നും കിട്ടിയില്ലെങ്കിലാ. നിന്നോട് പറയുന്നത് മാത്രം ചെയ്താൽ മതി. കൂടുതൽ ഡെക്കറേഷൻസോ ക്രിയേറ്റീവ് ഐഡിയാസോ ഒന്നും വേണ്ട. ഇത് സർക്കാരിന്റെ 500 കോടി രൂപയുടെ പ്രോജക്റ്റ് ആണ്. ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് ഇവിടെ അമ്പോറ്റിയുടെ ഒരു അമ്പലം പൊങ്ങി വന്നേ തീരൂ. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ സാർ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആ ഗ്രൗണ്ടില്ലേ, അവിടുത്തെ പയ്യന്മാർ മൊത്തം സമരത്തിലാണ്. അത് കുഴിക്കാൻ പറ്റുന്നു തോന്നുന്നില്ല. അതിനല്ലേടോ ഞാനിവിടെ വന്ന് നിൽക്കുന്നേ. നാളെ അവിടെ അമ്പോറ്റിയുടെ ഒരു അവശിഷ്ടം കിട്ടും. ഇതാണ് ഐറ്റം. അവിടെ അമ്പോറ്റിയുടെ അവശിഷ്ടം കിട്ടി. അത് അമ്പോറ്റിക്കുള്ളതാ. ഇനി ഇവിടെ സമരത്തിനൊന്നും പോണ്ട. ഇതെന്താ ഉടായിപ്പാണ്? ഉടായിപ്പോ? എടാ അമലെ, ഞാൻ പറഞ്ഞു നിന്നോട്, ഇത് അമ്പോറ്റിയുടെ കാര്യമാണ്. നാളെ അവിടെ ദേവപ്രശ്നമാണ്. നമ്മൾ അവിടെ ലക്ഷ്മണ രേഖ തീർക്കാൻ പോവാ. വരച്ചല്ല, മനസ്സും ശരീരവും ചേർത്ത് പിടിച്ച്. അവിടെ അമന്മാർക്കോ ഇനിയിപ്പമാർക്കോ പ്രവേശനമില്ല. മനസ്സിലായണോ? എനിക്കെല്ലാം മനസ്സിലായി. എന്താ അവിടെ നിൽക്കുന്നത്? എല്ലാരും അങ്ങോട്ട് അടിച്ചു കയറി വാ. ഈ പ്രശ്നവശാല് ഈ അമ്പോറ്റി ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പോറ്റിയായിരുന്നു ഒരടി വെച്ച്. എന്നാൽ കഴിഞ്ഞ 600 വർഷമായിട്ട് അമ്പോറ്റിക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടരുടെ കയ്യിലായിരുന്നല്ലോ ഈ വസ്തു നിന്നത്. അതുകൊണ്ട് തന്നെ അമ്പോറ്റി ഇപ്പോൾ സുഷുപ്തിയിലാണ്. ഇരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്പോറ്റി അങ്ങോട്ട് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് 600 അടി പൊക്കമുള്ള ഒരു പ്രതിമ അങ്ങോട്ട് സ്ഥാപിക്കുക. മനസ്സിലായില്ലേ? കഷായാണേ. അപ്പോ ഈ പ്രതിമ സ്ഥാപിക്കുന്നത് മാത്രമല്ല, ഇത് മനുഷ്യന്മാരെ കൊണ്ട് തന്നെ അങ്ങോട്ട് വലിപ്പിച്ച് വെക്കുക. ഇനി അഥവാ ഈ ആൾക്കാർ വന്നില്ലെങ്കിലേ അമ്പോറ്റിക്ക് ഇഷ്ടമില്ലാത്ത ആ കൂട്ടരുണ്ടല്ലോ, അവരെ അങ്ങോട്ട് കൂട്ടിക്കോ. ഇനി അഥവാ അവര് വരില്ലെന്ന് പറഞ്ഞാ വലിച്ചഴിച്ചോണ്ട് കൊണ്ടുവരിക. ഈ പ്രശ്നത്തിൽ അങ്ങനെയാണ് കാണുന്നത്. നമ്മളിവിടെ കിടന്ന് ചാവത്തില്ല. മോനെ, എന്റെ കൈ ഒടിയണം, എന്റെ ദേഹം തളരണം, എനിക്ക് വയ്യ മോനെ. വലിക്കേ, മടിയന്മാരെ വലിക്കേ. ധൈര്യം ഉണ്ടെങ്കിൽ ഈ കെട്ടഴിച്ചു വിട. നിനക്കൊക്കെ വേണ്ടി പണിയെടുക്കാൻ
എനിക്ക് വയ്യടാ നായ്ക്കളെ. എടാ അമ്മനെ നോക്കി നിൽക്കാതെ ആഞ്ഞു വലിക്കടാ. ഇത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയല്ലേ, വലിക്കേ. കണ്ടില്ലടാ ഇവറ്റകളുടെ വികാരം. നോക്കി നിൽക്കാതെ ആഞ്ഞു വലിക്കടാ. ഇനിയിപ്പ പറയണ പോലെ ഇത് പോരാളികളുടെ കാലമല്ലേ. പോരാളികൾക്ക് മരണമില്ലല്ലോ, പക്ഷേ തോറ്റു പോവാണല്ലോ ഇനിയിപ്പ. ഇല്ല, ഞാൻ തോക്കില്ല. കാരണം നക്സലേറ്റ് സഖാവ് സമറിന്റെ മോനാണോ ഞാൻ തോക്കില്ല. നായ്ക്കളെ വലിക്കടാ. അടിമകളാകുന്നവരെ അടിമകളാകാൻ കാത്തു നിൽക്കുന്നവർക്കെതിരെ പോരാടും. നന്ദി, സ്നേഹം. ഡാൻസ് കണ്ടു, പാട്ട് കണ്ടു, പോയം കണ്ടു. നമ്മൾ ഈ ഫൗണ്ടേഴ്സ് ഡേക്ക് എന്തൊക്കെ കാണുന്നില്ലേ? കുറേ പുതിയ പ്രോഗ്രാംസ്. വാവ്. ഇനി ഡാൻസ് എപ്പോൾ കണ്ടാലും നമുക്ക് മടുക്കില്ല. എപ്പോഴും പാട്ട്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എപ്പോഴും നമ്മളെങ്ങനെ വിസ്മയിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് വരുത്തുന്ന, അങ്ങനെ ഒരു എപ്പോഴും നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഡാൻസും പാട്ടും. സോ നമുക്ക് വെൽക്കം ചെയ്യാല്ലേ. What can be more beautiful than a beautiful woman dancing in a beautiful outfit in the most graceful way possible? Next up, we have Rakhi SR GG Hospital staff with a beautiful dance performance. നല്ലൊരു കയ്യടിയോടുകൂടി കുട്ടിയെ ഇങ്ങോട്ട് സ്വീകരിക്കാം. பூவே பெண் பூவே மெய்தீண்ட வேண்டும் என்னோடு வாராய் என் ஆசையோசை கேளாய் மாலையில் பொன்மார்பினில் நான் தொழில் கொள்ள வேண்டும் காலையில் உன் கண்களில் நான் வெயில் காய வேண்டும் சகியே 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 என் இசைக்கும் அசைக்கும் புசைக்கும் நீ வேண்டும் பெருமூச்சிலே நீ குளிர் காய வேண்டும் மதனா 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 என் பூவுக்கும் தேவைக்கும் சேவைக்கும் நீ வேண்டும் மின்சார கணா சத்தாத நென்னேனே தத்தாத தகடகிட நிசார நிசா ஒரு ஆணுக்கு எழுதிய இலக்கணம் உன்னிடத்தில் கண்டேன் கர்திசனித ஆதத்தில் பள்ளி கொள்ள உனக்கொரு அனுமதி தந்தேன் என்னாடை தாங்கிக் கொள்ள என் கூந்தல் ஏந்திக் கொள்ள உனக்கொரு வாய்ப்பலவா நான் உண்ட மிச்ச பாலை நீ உண்டு வாழ்ந்து வாழ்ந்தால் மோட்சங்கள் உனக்கலவா வானம் வந்து வளர்கிறதே வணங்கிடவா மின்சார பூவே பெண் பூவே மெய்தீண்ட வேண்டும் என்னோடு வாராய் என் ஆசையோசை கேளாய் தத்தக்கிட்ட தாக்கிடதக தத்தின் ததிக்கிடக தோங்கு ததிக்கிடக தோங்கு ததிக்கிடக
of applause again, please. That was a beautiful dance performance. What can be more soothing and calming than music? Music എത്ര കേട്ടാലും മതിയാവാത്ത ഒന്നാണ്. വളരെ കാമിങ് ആയിട്ടും വളരെ നമുക്ക് റിലാക്സ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് മ്യൂസിക്. ഇത്ര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഈവനിങ്ങിൽ കുറച്ചും കൂടെ പ്ലസൻ്റ് ആക്കാനും കുറച്ചും കൂടെ കാമിങ് ആക്കാനും ഇനി വരാൻ പോകുന്ന പവർ പാക്ട് പെർഫോമൻസസിന് മുന്നോടിയായിട്ട് ഒരു നല്ല സോങ് ആയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ എത്തുന്നുണ്ട്. Ramachandran from GG Hospital. Let us welcome him onto the stage, please. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ, കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ടേ, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ടേ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ, കൊല്ലം കണ്ട് ഇല്ലം കണ്ട് ആലപ്പുഴയും കണ്ടേ, അമ്പലപ്പുഴ വേലയും കണ്ടേ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ. മുത്ത് കണ്ട് ചെപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തു വിളിക്കണ സുന്ദരി പെണ്ണിനെ കണ്ടേ, മുത്ത് കണ്ട് ചെപ്പി കണ്ട് മുത്തോല കുടയും കണ്ടേ, ഒരു മുത്തു വിൽക്കണ സുന്ദരി പെണ്ണിനെ കണ്ടേ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ആരോമൽ ചേകവരുടെ പെങ്ങളാ ഉണ്ണിയാർച്ച, അവൾ അംഗം വെട്ടണ വേലയും കണ്ടേ, ആരോമൽ ചേകവരുടെ പെങ്ങളാ ഉണ്ണിയാർച്ച, അവൾ അംഗം വെട്ടണ വേലയും കണ്ടേ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ അഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരേ.
കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ ഒരു തപസരിക്കണ പെണ്ണിനെ കണ്ടേ പള്ളി കണ്ട് പളനി കണ്ട് ശബരിമലയും കണ്ടേ ഒരു തപസരിക്കണ പെണ്ണിനെ കണ്ടേ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ ആലുവ മണപ്പുറത്തെ ശിവരാത്രി മഹോത്സവം കണ്ടേ ആലുവ പുഴയും കണ്ടേ ആലുവ മണപ്പുറത്തെ ശിവരാത്രി മഹോത്സവം കണ്ടേ ആലുവ പുഴയും കണ്ടേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ गणनायकाय गणदैवताय गणाध्यक्षाय धीमहि गुणशरीराय गुणमण्डिताय गुणेशानाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि गानचतुराय गानप्राणाय गानान्तरात्मने गानोत्सुकाय गानमत्ताय गानोत्सुकमनसे गुरुपूजिताय गुरुदैवताय गुरुकुलस्थायिने गुरुविक्रमाय गुह्यप्रवराय गुरवे गुणगुरवे गुरुदैत्यकलक्षेत्रे गुरुधर्मसदाराध्याय गुरुपुत्रपरित्रात्रे गुरुपाखण्डखण्डकाय गीतसाराय गीततत्त्वाय गीतगोत्राय धीमहि गूढगुल्फाय गन्धमत्ताय गोजयप्रदाय धीमहि गुणातीताय गुणाधीशाय गुणप्रविष्टाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि एकदन्ताय वक्रतुण्डाय गौरीतनयाय धीमहि गजेशानाय भालचन्द्राय श्रीगणेशाय धीमहि ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരുന്നു ആൻഡ് വി ഫീൽ ലൈക്ക് വി ആർ ബ്ലെസ്ഡ് ടു ഹാവ് ദിസ് പെർഫോമൻസ് ഗോഡ്സിൻ്റെ ബ്ലെസ്സിങ് കിട്ടിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. താങ്ക് യു ബോത്ത് ദ കിഡ്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. അടുത്തതായിട്ട് ഒരു നല്ലൊരു സോങ് ആയിട്ട് നമ്മുടെ സ്റ്റാഫ് വരുന്നുണ്ട്. ലൈക്ക് എല്ലാവർക്കും ഇനി ഒന്ന് റെസ്റ്റ് ചെയ്ത് ഒരു പാട്ട് കേട്ടിട്ട് തുടങ്ങാല്ലേ? We have Dr. Vignesh from Gokulam Artingal with a beautiful song.
ചാരും നിന്റെ കണ്ണിൽ നീലജാലകമോ മാഞ്ഞു പോകും മാരിവില്ലിൻ മൗനഗോപുരമോ പ്രണയം തുളുമ്പുമോർമ്മയിൽ വെറുതെ തുറന്നു തന്നു നീ നനഞ്ഞു നിൽക്കുമഴകേ നീ എനിക്കു പുണരാൻ മാത്രം ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ നീ മയങ്ങും മഞ്ഞുകൂടൻ മൂകമാനസമോ നീ തലോടും നേർത്ത വിരളിൽ സൂര്യമോ തീരമോ ഇതളായി വിരിഞ്ഞ പൂവുപോൽ ഹൃദയം കവർന്നു തന്നു നീ ഒരുങ്ങി നിൽക്കുമുയിരേ നീ എനിക്കു നുകരാൻ മാത്രം ജൂണിലെ നിലാമഴയിൽ മഴയിൽ 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 അതിമനോഹരമായ ഒരു പാട്ട് അതിലും മനോഹരമായാണ് ഡോക്ടർ വിഘ്നേഷ് ഇവിടെ പാടിയത് അല്ലേ? ഒരു മഴ പെയ്ത ഫീൽ. താങ്ക് യു ഡോക്ടർ വിഘ്നേഷ്. അടുത്തതായി സ്റ്റേജിൽ വരാൻ പോകുന്നത് ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ബൈ സുജ ആൻഡ് നിവേദ്യ ഫ്രം SGMC. ലെറ്റ്സ് ഇൻവൈറ്റ് them onto the stage. കണ്ണൽ ചുണ്ടൽ നെഞ്ചിൽ തേനും മതരം ഞാൻ ഈ നാട്ടുമാ
it is so beautiful to see them doing such a beautiful performance together. Let us give them a good round of applause, please.